ഞാൻ പറഞ്ഞത് നമ്മൾ ആഗ്രഹിക്കുന്നത് യൂണിവേഴ്സ് നമ്മളെ കൊണ്ട് ആഗ്രഹിപ്പിക്കുന്ന സാധനങ്ങളാണ്. അങ്ങനെ ആവുമ്പോൾ അത് 100% നടക്കും. വേറെ നമ്മളിത് പരീക്ഷിക്കാൻ വേണ്ടി നമുക്ക് ശരിക്കും ആഗ്രഹം ഇല്ലാത്തൊരു കാര്യത്തിന് വെറുതെ എനിക്കൊരു BMW കാർ വേണോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹമില്ല. പക്ഷെ വെറുതെ ചോദിച്ചാൽ ഞാൻ കിട്ടിയാൽ കുഴപ്പമില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു ആഗ്രഹമാണെങ്കിൽ ഒരു BMW ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുന്ന ആൾക്കാരില്ലേ. എന്ന് വെച്ചാൽ ചിലവരുണ്ട് എൻ്റെ ലൈഫിൽ ഒരേ ആഗ്രഹമുള്ളൂ, എനിക്കൊരു BMW കാർ വേണം എന്ന് പറയുന്നവരുണ്ട്. അതായത് 5ാം ക്ലാസ് മുതൽ പറഞ്ഞു തുടങ്ങിയതായിരിക്കും. അവർക്ക് എന്തായാലും അത് കിട്ടും. എന്താണെന്നറിയോ, അത് യൂണിവേഴ്സ് അവരുടെ ഉള്ളിലേക്ക് ഒരു ആഗ്രഹം പ്ലാന്റ് ചെയ്യുന്നതാണ്. ആ കാറ് നേടിയെടുക്കുന്നതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ ഇവർ ചെയ്യും അത് കിട്ടാൻ. അതൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഡെസ്റ്റിനേഷനാണത്. അപ്പോൾ ആഗ്രഹങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ അറിയണം. നമ്മുടെ ശരീരവും മനസ്സിൽ നിന്നാണോ അതോ ഞാനിൽ നിന്നാണോ? ഞാനിൽ നിന്നാണെങ്കിൽ 100% നടക്കും, നടന്നിരിക്കും. അതിന് തടസ്സമില്ല. വേറെ ആരാ തടയാൻ? ദൈവത്തിന്. കറക്റ്റാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം ഈ പറഞ്ഞ യൂണിവേഴ്സ് നടത്തണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി തോന്നും. അതെ, നമുക്കത് നടക്കും എന്നും തോന്നും. അത് നടക്കും. നമുക്ക് വെറുതെ ഒരു തോന്നല, എത്ര ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണെങ്കിലും നമുക്ക് വെറുതെ അത് നടക്കും. അതെവിടെ നിന്നാണ് ആ ഒരു ധൈര്യം തോന്നുന്നത്? ബിക്കോസ് നമ്മുടെ ഇൻറ്റ്യൂഷനിൽ നമ്മൾ അറിയാണ് അത് നടക്കും. പല കാര്യങ്ങളും നമ്മൾ വെറുതെ ആഗ്രഹിച്ചിട്ട് ദൈവമേ നടന്നാൽ മതിയായിരുന്നു എന്ന് പറയുന്ന കാര്യങ്ങൾ യൂഷ്വലി നടക്കില്ല. ബിക്കോസ് അത് നമ്മുടെ ഏതോ ഒരു സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടോ എന്തോ ഒരു പൊങ്ങച്ചത്തിന് വേണ്ടിയിട്ടോ ആരെയോ താത്തി കാണിക്കാനോ എന്തോ റിവെഞ്ച് എടുക്കാനോ എന്തോ ഒരു നെഗറ്റിവിറ്റിയാണ്. എന്തോ പുറത്തുള്ള ഒരു കാര്യം നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുമ്പോഴാണ് നമുക്ക് ഭയങ്കര സ്ട്രെസ്സായിരിക്കും. അത് നടക്കുമോ, കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാകും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ടെൻഷൻ അടിക്കുന്ന കാര്യങ്ങളൊക്കെ ആക്ച്വലി നമ്മുടെ ആഗ്രഹങ്ങളല്ല. അത് നമ്മൾ വെറുതെ പുറമേ നിന്ന് എടുത്തു വയ്ക്കുന്ന കുറേ ബാഗേജാണ്. ഇത് സംഭവിക്കണം എന്തോ വാശി പുറത്ത് ചെയ്യുന്ന പോലെ. ഇതിലൊരു വാശിയില്ല. ശരിക്കുള്ള ഒരു ഡിസയർ എന്ന് പറയുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ തിളച്ചു വരുന്നു. നമ്മൾ അതിനനുസരിച്ച് തോന്നിപ്പിക്കുന്നതാണ്. മനസ്സിലായി. എന്നുവെച്ചാൽ ആരെ തോന്നിപ്പിക്കുന്നു എന്ന് നമ്മൾ ക്ലിയർ ആക്കണം. നമ്മൾ പറഞ്ഞു എൻ്റെ ശരീരം, എൻ്റെ മനസ്സ്, അത് പറയുന്നത് ഞാൻ. ആ ഞാൻ എന്താണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ആ ഞാൻ എന്ന് പറയുന്ന ലൈഫ് മൈൻഡിനെ തോന്നിപ്പിക്കുമ്പോൾ, നമ്മുടെ ജീവ ഊർജം നമ്മുടെ മനസ്സിനെ തോന്നിപ്പിക്കുമ്പോൾ ദാറ്റ് യെസ് എനിക്കിത് വേണം. അത് തോന്നിപ്പിച്ചില്ലെങ്കിൽ നമ്മൾ പോയി എടുക്കുക. ഇപ്പോൾ ഇത്രയും പറയാം, വിശക്കുന്നു, അതൊരു ഡിസയറാണ്. അതാരാ തോന്നിപ്പിച്ചത്? അതെങ്ങനെ വന്നു? ആ ഒരു തോന്നൽ, വിശപ്പ് എന്ന് പറഞ്ഞത് പ്രകൃതി തോന്നിപ്പിച്ചു. അതുപോലെ തന്നെ പ്രകൃതി തോന്നിപ്പിക്കണം എല്ലാ കാര്യങ്ങളും. വിശക്കാത്ത സമയത്ത് ഇപ്പൊ ഭക്ഷണം കഴിച്ച് വന്ന ഉടനെ വീണ്ടും ഒരു ബിരിയാണി വിളമ്പി തന്നെ കഴിക്കാൻ പറ്റുന്നില്ല. ഏറ്റവും നല്ല ബിരിയാണി ആയാലും. അപ്പോൾ തോന്നൽ ഉള്ളിൽ നിന്നാണ് വരേണ്ടത്. പുറമെ ഇപ്പോൾ ബിരിയാണി വന്നു, എന്തായാലും ബിരിയാണി വന്നാലും അതും തിന്നാന്ന് നമ്മളെ കൊണ്ട് പറ്റില്ല. നമുക്ക് കുറച്ച് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന നമ്മുടെ ഡിസയേഴ്സ്, വിശപ്പ് ദാഹം, അതുപോലെയാണ് എല്ലാം വരേണ്ടത്. അപ്പോൾ 100% നടന്നിരിക്കും വളരെ സ്മൂത്തായിട്ട്, വിത്തൗട്ട് എനി പ്രോബ്ലം. ഈ ടോപ്പിക്കൽ ഒന്ന് നിർത്തിയിട്ട് നമുക്ക് ഫാമിലിയിലേക്ക് ഒന്നുകൂടെ വരാം. ഈ എന്താണ് ഫ്യൂച്ചർ പ്ലാനുകൾ? എന്തൊക്കെയാണ്? ഫ്യൂച്ചറില്ലല്ലോ, പ്രസന്റ് മാത്രമേ ജീവിക്കുന്നു. സീരിയസ്ലി അതുപോലെയുള്ള ഒരാളെ കിട്ടിയതുകൊണ്ടാണ് എനിക്ക് വിവാഹം കഴിക്കണം തോന്നിയത്. ബിക്കോസ് എന്നെപ്പോലെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. കൂടുതൽ ഞാൻ ശരിക്കും പ്രസൻറ്റ്ലി ജീവിക്കാൻ പഠിച്ചത് പുള്ളിയുടെ നിന്നാണ്. ബിക്കോസ് നമ്മുടെ കൂടെ ജീവിക്കുന്നവരുടെ ഇൻഫ്ലുവൻസ് ഭയങ്കരമാണ് നമ്മുടെ മേൽ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഈ പ്രസൻറ്റിലേക്ക് ജീവിക്കാൻ ഇങ്ങോട്ടും സഹായിക്കുന്നവരാണ്. ഇപ്പോൾ എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു സ്ട്രെസ്സ് വന്നാൽ പുള്ളി എന്നെ ഓർമ്മിപ്പിക്കും. ഓർമ്മയുണ്ടല്ലോ അല്ലേ, ഈ മൊമെൻറ്റേ ഉള്ളൂ. ഈ സ്ട്രെസ്സ് വരുന്ന എപ്പോഴാണ്, ആങ്സൈറ്റി വരുന്ന എപ്പോഴാണ്? മുന്നോട്ട് ചിന്തിക്കുന്നു എന്ന് പറയും. മുന്നോട്ടില്ല. എന്ത് മുന്നോട്ട് പോയാൽ മതിലാണുള്ളത്, ആ ചുമരാണുള്ളത്. ശരീരം ഇരിക്കുന്നിടത്താണ് പ്രസൻറ്റ്. ഈ മൈൻഡ് പോകുന്നത്, ഈ ശരീരം നാളെ എവിടെ പോകും, നാളെ അവിടെ ഇൻ്റർവ്യൂവിന് പോകുന്നുണ്ട്, ഈ ശരീരത്തിന് വേണ്ട ഫുഡ് നമുക്ക് പാക്ക് ചെയ്യണം, ഇതൊക്കെ പറയുന്നത് അതൊരു എക്സ്റ്റൻഷൻ ഓഫ് ദ പ്രസൻറ്റ് മൊമെൻ്റ് ആണ്.
ഒരു എക്സ്റ്റൻഷനേ ഉള്ളൂ. പറഞ്ഞ കോർഡിനേഷൻ, ഒരു കോർഡിനേഷനേ ഉള്ളൂ. ഒരു പ്യുവർ ഫ്യൂച്ചർ നമുക്ക് പറയാൻ പറ്റില്ല, ഒരിക്കലും പറയാൻ പറ്റില്ല. ബിക്കോസ് അത് ഉണ്ടായിട്ടില്ല, അത് ആ മൊമെൻറ്റിലേ ഉണ്ടാവുള്ളൂ. അത് വേറെ ഇപ്പം നടക്കുന്ന എത്രയോ കാര്യങ്ങൾ കൂട്ടിച്ചേർന്നാണ് ആ അടുത്ത മൊമെൻ്റ് ഉണ്ടാവുന്നത്. എത്രയോ മില്യൺസ് ആൻഡ് മില്യൺസ് ട്രില്യൺസ് ഓഫ് സാധനങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടാണ് അടുത്ത മൊമെൻ്റ് ഉണ്ടാവുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഇതിന് മുന്നേ ഉള്ള ഇൻ്റർവ്യൂ ലേറ്റ് ആയാൽ നമ്മുടെ ഇൻ്റർവ്യൂവിനെ അത് ബാധിക്കും. അങ്ങനെയാണ് ഫ്യൂച്ചർ ഉണ്ടാവുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഫ്യൂച്ചർ. അപ്പോൾ ഈ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ആൾക്കാർക്ക് ആങ്സൈറ്റി എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാകുന്നത്. അതേപോലെ പിന്നോട്ടെന്ന് പറയുന്നു. എന്ത് പിന്നോട്ട് പോയാലും ഇതേ മതിൽ ചുമര്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും? പിന്നോട്ട് പോയി. ഞാൻ 5 കൊല്ലം പിന്നോട്ട് പോയി. എങ്ങനെ പോയി? ടൈം ട്രാവലോ? എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് ചോദിക്കാൻ തോന്നും. 5 കൊല്ലം പിന്നോട്ട് പോയി എന്ന് പറയുന്നത് എന്താണ്? മനസ്സ് എന്തോ ക്രിയേറ്റ് ചെയ്തു ഒരു ഓർമ്മയായിട്ട്, എന്നിട്ട് അതിനെപ്പറ്റി ആലോചിച്ചിട്ട് ഡിപ്രഷൻ ഉണ്ടാവുന്നത് പാസ്റ്റ് എന്ന സാധനം മൈൻഡ് എടുത്ത് വയ്ക്കുമ്പോഴാണ്. ആങ്സൈറ്റി ഉണ്ടാവുന്നത് ഫ്യൂച്ചർ എന്ന് വെച്ചിട്ടാണ് ആങ്സൈറ്റി. ഈ രണ്ടെണ്ണം. അതിനുള്ള ഒരു വഴിയേ ഉള്ളൂ, ശരീരം ഇരിക്കുന്നിടത്ത് മനസ്സിരിക്കുക. എനിക്കൊരു ഈ ബുക്ക് വായിക്കുന്നവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു എന്താ പറയുക സഹായം എന്നാണ് അതിന് പറഞ്ഞത്. ഈ ഡിപ്രഷനിൽ നിന്ന് എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളത്. ഓവർകം ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞത്, പാസ്റ്റിലേക്ക് പോകരുത്. ബിക്കോസ് പാസ്റ്റ് ഇല്ല. നിങ്ങളുടെ മനസ്സ് വെറുതെ കിടന്ന് കറങ്ങുകയാണ്. പക്ഷെ എങ്ങനെ മനസ്സിനെ മാറ്റും? ശരീരം വഴിയേ മാറ്റാൻ പറ്റും. അതാണ് അടുത്ത ബുക്ക് മാത്രമല്ല, അതൊരു വലിയൊരു പ്രോഗ്രാം തന്നെയായിരിക്കും. ബിക്കോസ് ശരീരം വെച്ചിട്ടുള്ളത് നമുക്ക് വായിച്ചാൽ പോരല്ലോ, ചെയ്യണ്ടേ. എക്സ്പീരിയൻഷ്യൽ ആയിരിക്കും. അങ്ങനെയായിരിക്കും. അപ്പോൾ ബുക്കായിട്ട് ഇറങ്ങാം നമ്മൾ. പക്ഷേ ബുക്കിൽ വായിച്ചാൽ നമ്മൾ ചോദിക്കും, ഇതൊക്കെ ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഈ വായിച്ചതൊക്കെ നമ്മൾ പ്രാക്ടിക്കലി അത് എങ്ങനെ പ്രായോഗികമാക്കണം എന്നുള്ള ഒരു കമ്പാർട്ട്മെന്റലൈസേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. നമ്മൾ വീണ്ടും ഫാമിലി ചോദിച്ചിട്ട് വീണ്ടും ബുക്ക് ഇപ്പൊ എന്താന്ന് വെച്ചാൽ എല്ലാം ഈ ബുക്കിൽ പറയുന്ന കാര്യങ്ങളിലോട്ട് ഇത് നമ്മൾ ലൈഫിനെ പറ്റിയല്ലേ പറയുന്നത്. ഈ ബുക്കിൽ തന്നെ നമ്മൾ ജീവനെ പറ്റി പറയുമ്പോൾ ലൈഫിൽ നടക്കുന്ന എല്ലാം ഈ ബുക്കായിട്ട് റിലേറ്റഡ് ആയി വരുന്നതുകൊണ്ടാണ്. ഞാൻ ബുക്കിലെ കാര്യമല്ല പറയുന്നത്, പക്ഷെ ബുക്കിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ ഇപ്പൊ ലൈഫിലെ കാര്യങ്ങളാണ്. ഈ എനിക്ക് നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്ന കേട്ടിട്ട് വീട്ടുകാർ തമ്മിട്ട് പോയിട്ടുണ്ടോ? വീട്ടുകാരില്ലല്ലോ, ഞങ്ങൾ രണ്ടുപേരും മാത്രം. എവിടെയാണെങ്കിലും രണ്ടുപേര് ഇരുന്നിട്ട് സുഖമായിട്ട് ഇതൊക്കെ വർത്താനം പറഞ്ഞ് ചിരിച്ച് ഞങ്ങൾ നല്ല എന്താ വളരെ ലൈറ്റായിട്ട് കൊച്ചു കുട്ടികൾ ജീവിക്കുന്ന പോലെയാണ് ജീവിക്കുന്നത്. എന്ന് വെച്ചാൽ ആ നിമിഷത്തിലെ കാര്യമുള്ളൂ കുട്ടികൾക്ക്. ഇപ്പോൾ ഇത് കണ്ടു, ഇത് കഴിക്കാമല്ലേ, നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഈ നിമിഷത്തിൽ ജീവിക്കാൻ എന്തോരം കാര്യങ്ങളുണ്ട്. കൊച്ചു കുട്ടികൾ ജീവിക്കുന്ന പോലെ. റിയലി കൊച്ചു കുട്ടികൾ അങ്ങനെയാണ് ജീവിക്കുന്നത്. അവർക്കൊരു അടി കൊടുത്തു, അവർ കരഞ്ഞു, 5 മിനിറ്റ് കഴിയുമ്പോൾ അത് കഴിഞ്ഞു, മറന്നുപോയി. അത്രേ ഉള്ളൂ. അതാണ് അതിൻ്റെ ഭംഗി, അതാണ് ലൈഫിൻ്റെ ഭംഗി. നമ്മളത് വിട്ടുപോവാണ്. കൊച്ചിലെ നമുക്കതുണ്ടായിരുന്നു, പിന്നെ എപ്പോഴും അത് പോയി. നമ്മൾ പാസ്റ്റും ഫ്യൂച്ചറും ഡിപ്രഷനും ആങ്സൈറ്റിയും ഒക്കെ ആയിട്ട് അങ്ങ് കട്ടപ്പുകയാക്കി വെച്ചിരിക്കുകയാണ് ലൈഫ്. ഒരാവശ്യമില്ല. സിംപ്ലിഫൈ ചെയ്യുക, തിരിച്ച് കുട്ടിക്കാലത്തേക്ക് പോവുക. അപ്പോൾ ഈ സ്ട്രെസ്സും സ്ട്രെയിനും അല്ലെങ്കിൽ ഒരു ടെൻഷനൊക്കെ എങ്ങനെ ഇപ്പം അതൊക്കെ എങ്ങനെ വരുന്നു? ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാൾക്ക് അതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? സ്ട്രെസ് ഇല്ലല്ലോ. നേരത്തെ അതാ പറഞ്ഞത്, ജസ്റ്റ് ചെറിയൊരു കാര്യം. ഇപ്പോൾ ഞാൻ ഈ ഇൻ്റർവ്യൂവിനെ കുറിച്ച് മറന്നുപോയി എന്ന് വിചാരിക്കുക, ഇന്നത്തെ ഡേറ്റ് ആണെന്ന്. അപ്പോൾ ഇന്നലെ പെട്ടെന്ന് എന്നെ വിളിക്കുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ഞാൻ മറന്നുപോയി, ഞാനിപ്പോൾ ഇവിടെ വരാൻ പറ്റാത്ത അത്രയും ദൂരത്തൊരു സ്ഥലത്താണ്. ആ നിമിഷത്തിലൊരു സ്ട്രെസ് ഉണ്ടല്ലോ. എന്നിട്ട് പിന്നെ അയ്യോ ഇനിയിപ്പോൾ ഇത് എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കുന്ന, ഹാൻഡിൽ ചെയ്യേണ്ട ഒരു സ്ട്രെസ്, അത്രയേ ഉള്ളൂ. അത് നല്ലതാണ്. ചെറിയ ലെവൽ ഓഫ് സ്ട്രെസ് നമുക്ക് വേണം എപ്പോഴും. എന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ അത്ര ഇൻവെസ്റ്റഡ് ആണ്. അതല്ലല്ലോ ഇപ്പോഴത്തെ ആൾക്കാരുടെ സ്ട്രെസ്സ്. 10 കൊല്ലത്തിന് ശേഷം നടക്കേണ്ട ഒരു കാര്യത്തിനെ പറ്റി ചിന്തിച്ച് ഇവിടെ ടെൻഷൻ അടിച്ച്, ചിലപ്പോൾ ഒരു കാര്യമില്ല, വെറുതെ ടെൻഷൻ അടിക്കുക. അത് ആക്ച്വലി ശരീരത്തിലെ അസുഖങ്ങൾ കൊണ്ടാണ്. ശരീരത്തിൽ സ്വസ്ഥതയില്ല. സ്വസ്ഥത ഈസ് ഹെൽത്ത്. ശരീരത്തിൽ നല്ല ഹെൽത്ത് ഇല്ല, അത് മനസ്സിനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. അതാണ് ഒരു കാര്യമില്ലാതെ വെറുതെ ഒരു പിരിമുറുക്കം. അത് ശരീരത്തിലാണ് നമ്മളത് അഡ്രസ്സ് ചെയ്യേണ്ടത്, മനസ്സിലല്ല. മനസ്സ് ശരീരവും കണക്റ്റഡ് ആണ്, ഒന്നാണ്. മനസ്സിലുണ്ടാകുന്ന അസ്വസ്ഥതകൾ ബോഡീനെ എഫക്റ്റ് ചെയ്യും, ബോഡിയിലുണ്ടാകുന്നത് മനസ്സിനെ എഫക്റ്റ് ചെയ്യും. ഇപ്പോൾ ആൾക്കാർക്ക് കൂടുതലും ശരീരത്തിൻ്റെ അസ്വസ്ഥതകളാണ് ഉള്ളത്.
എനിക്കിപ്പോൾ ലെന എന്നൊരു നടിയേക്കാൾ ഉപരി എന്നോട് സംസാരിക്കുന്ന ഒരു ക്ലിനിക്കൽ മറ്റേ സൈക്കോളജിസ്റ്റ് അല്ലേ? എന്തുമാവാം. നമ്മൾ നടിയും അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നടിയാവാൻ പറ്റുള്ളൂ. 24 മണിക്കൂർ നമ്മൾ നടിയല്ല. ഞാൻ ആ ശരിക്കും ക്യാമറയുടെ മുന്നിലുള്ള ഒരു ഡോക്ടറുടെ സംസാരം എനിക്ക് കൃത്യമായിട്ട് ഫീൽ ചെയ്യുന്നത് ഈ ആ ഒരു ലൈഫൊക്കെ ഈ ബുക്കിൽ പറഞ്ഞ് പരാമർശിക്കപ്പെട്ട് പോയിട്ടുണ്ട്. പിന്നീട് ആ പഠിച്ചത് എവിടെയെങ്കിലുമൊക്കെ ഇപ്പം ഡയറക്റ്റ്ലി അല്ലെങ്കിൽ പോലും ഇപ്പോൾ ഒരു ഒഫീഷ്യലി ഒരു ക്ലിനിക്ക് വഴി അല്ലെങ്കിൽ പോലും ഏതെങ്കിലുമൊക്കെ ആളുകൾ ഇത് പരീക്ഷിക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും എന്നോട് വന്നിങ്ങനെ മനസ്സ് തുറന്ന് കരയുകയോ അങ്ങനെയൊക്കെ ചെയ്ത് അതൊക്കെ സോൾവ് ചെയ്ത് കൊടുത്ത ഇഷ്ടംപോലെ ഇൻസിഡൻസ് ഉണ്ടോ? കുട്ടിക്കാലം മുതൽ അത് തന്നെയാണ് ജോലി. എൻ്റെ അടുത്തുള്ളവർക്കൊക്കെ ഈ പറഞ്ഞ നമ്മൾ പഠിച്ചിട്ടുള്ള അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക, അത് നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാണത്.